ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. നമ്മൾ സിവിൽ സർവീസസിലും കേരള PSC പലരും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലേണിംഗ് ടെക്നിക്കാണിത്. നമ്മുടെ റാങ്ക് വളരെയധികം ഉയർത്താനും ടെസ്റ്റുകൾ നമ്മുടെ മാർക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്റ്റഡീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. സാധാരണ നമ്മൾ ബോറടിച്ചല്ലേ പഠിക്കുന്നത്. കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സാം സൈക്കോളജി ടെക്നിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സാമിനറിന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുക. നിങ്ങൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ്. അത് വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ചില സമയത്ത് എക്സാമിനറിന്റെ ചിന്താഗതിയിൽ കൂടെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ പഠനം കുറെ കൂടി എളുപ്പമാവും. ആ എക്സാമിനർ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ഇടുക, ആ എക്സാമിനർ നമ്മുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്ത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ക്വാളിറ്റി, നമ്മുടെ എന്ത് ബ്യൂറോക്രാറ്റിക് ക്വാളിറ്റി, ഓഫീസേഴ്സ് ലൈക്ക് ക്വാളിറ്റീസ് എന്നൊക്കെ പറയും, എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ അവിടെ എക്സിബിറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഈ ഒരു ജേർണി, കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് എന്ന ജേർണി വളരെ ഈസി ആയിരിക്കും. ഇത് സിവിൽ സർവീസസ്, PSC, NEET, UGC ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്തുകൊണ്ട് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ നാഷണൽ എമർജൻസി എന്നൊരു ടോപ്പിക്കാണ് പഠിക്കുന്നതെന്നിരിക്കട്ടെ. നമ്മൾ എഫക്റ്റീവായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ചോദ്യകർത്താവ് ആ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരു എക്സാമ്പിൾ, ഇപ്പം നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ എന്നൊരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൽ പറയുന്നൊരു പോയിന്റാണ്, നാഷണൽ എമർജൻസി നിലനിൽക്കുമ്പോൾ പ്രസിഡന്റിന് എന്ത് ചെയ്യാം, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്ന റവന്യൂവിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസിയുടെ അണ്ടറിൽ ഇട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അത് ഫിനാൻഷ്യൽ എമർജൻസിയുടെ പോയിന്റ് ആണ് നമ്മൾ തെറ്റിദ്ധരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് വളരെ മികച്ചൊരു ചോദ്യമല്ലേ. ആക്ച്വലി അത് നാഷണൽ എമർജൻസിയുടെ പോയിന്റ് ആണ്. പക്ഷെ നാഷണൽ എമർജൻസിയുടെ ഫിനാൻഷ്യൽ ഡയമെൻഷനകത്താണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, ഈ ടോപ്പിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ എക്സാമിനറിന് വേണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് പോയി ഫിനാൻഷ്യൽ എമർജൻസി അണ്ടറിൽ ചോദിക്കാം. നമ്മൾ ഓക്കെ എല്ലാം പഠിച്ചിട്ട് പോകുന്ന ഒരാള്, ഇത് ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ഫിനാൻഷ്യൽ എമർജൻസി ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ, ലോജിക്കലി കറക്റ്റ് ആവണമല്ലോ എന്ന് കരുതി അത് ചൂസ് ചെയ്യും. അബദ്ധം പറ്റും. സോ എപ്പോഴും ഒരു എക്സാമിനറിന്റെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ സ്റ്റഡീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങൾ ഡയാർക്കി എന്നൊരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ചോദ്യം വരുന്ന ഡുവൽ ഗവൺമെന്റിൽ നിന്നായിരിക്കും. അപ്പൊ ഡയാർക്കിയും ഡുവൽ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നുള്ള പ്രോബബിൾ ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ രണ്ടും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഡയാർക്കി ഡുവൽ ഗവൺമെന്റ്. കമന്റ് ബോക്സിൽ പറഞ്ഞു, ഡയാർക്കി കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 സമ്മതിക്കുന്നത്. പക്ഷെ ഡുവൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബംഗാൾ ഏത് ആക്ടിലാണ് കൊണ്ടുവരുന്നത്? അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ സ്റ്റഡീസ് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും സാധിക്കും. മറ്റൊരു രസകരമായിട്ടുള്ള ചോദ്യം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചോദ്യം ഇതാണ്. DPSPസിനെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു സ്പെസിഫിക് കീവേഡ് ഉണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, there shall be the fundamental principles for the governance of the country. രാഷ്ട്രത്തിനെ ഭരിക്കുന്നതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ DPSP ആയിരിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അത് തന്നെ ഉള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിൽ അവർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് വയ്ക്കാം. ചോദ്യം, which among the following should be fundamental for governance? ഫസ്റ്റ് ഓപ്ഷൻ DPSP, രണ്ടാമത്തെ ഓപ്ഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടി, മൂന്നാമത്തെ ഓപ്ഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ചോദ്യത്തിലും ഫണ്ടമെന്റൽ ഉണ്ട്, ഓപ്ഷനകത്ത് ഫണ്ടമെന്റൽ ഉണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ് ചൂസ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ നിങ്ങൾ ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ പൊളിറ്റിയുടെ ബുക്ക് വായിക്കുമ്പോൾ ഈ ചോദ്യം ആ ഏരിയ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യണം, ഇങ്ങനൊരു കീവേഡ് ഇവിടെ ഉണ്ട്, അപ്പൊ നമുക്കിത് ഇങ്ങനെ ചോദ്യം എക്സാമിനർ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ സ്വയം ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ഇത് ഭയങ്കര രസകരമാണ്. നമ്മുടെ സ്റ്റഡീസിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും. ഇത് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെയാണ്. ഇപ്പൊ നിങ്ങളുടെ 4-5 പേര് ചുറ്റും കൂടി ഇരുന്നിട്ട് പരസ്പരം ചലഞ്ച് ചെയ്യാം. നീ ആ ടോപ്പിക്ക് പഠിച്ചാണല്ലോ, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ചോദ്യങ്ങൾ പരസ്പരം ഷൂട്ട് ചെയ്ത് കൊടുക്കാം. അവരെ കൊണ്ട് നിങ്ങളെ ചലഞ്ച് ചെയ്യിപ്പിക്കാം. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസ് ഭയങ്കര എഫക്റ്റീവ് ആവും, രസകരമായി മാറും.
ബോറൻ പരിപാടിയല്ല സ്റ്റഡീസ് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെത്താനെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് സ്വയം പിന്നീട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ചോദ്യങ്ങൾ ഭാവിയിൽ പരീക്ഷയ്ക്ക് വരികയും ചെയ്യും. ഇത് വളരെ അടുത്ത കാലത്ത് കാണുന്ന ട്രെൻഡാണ്. കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുന്നു, എക്സാം കൂടുതൽ ടഫ് ആവുന്നു. സാധാരണ എക്സാം ടഫ് ആവുമ്പോൾ കട്ട് ഓഫ് കുറയുകയാണ് വേണ്ടത്. ബിക്കോസ് ഈ ടെക്നിക്സ് ഒക്കെ ഇപ്പൊ അടുത്ത കാലത്ത് പലരും ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഈ ഒരു ചാനലിന്റെ മെയിൻ പർപ്പസ് തന്നെ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. അതുവഴി കോമ്പറ്റീഷനും കട്ട് ഓഫും നമുക്ക് പുഷ് ചെയ്യണം. ഇതുവരെ ഈ ഒരു മൂവ്മെന്റ് ആസ് സച്ച് വന്നിട്ടില്ല. ഇതൊരു മൂവ്മെന്റ് ആണ്. എന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കട്ട് ഓഫ് പുഷ് ചെയ്യുക, കോമ്പറ്റീഷൻ സ്ട്രിക്റ്റ് ആക്കുക. അപ്പൊ അതിന് ഗുണം എന്താ? ബ്യൂറോക്രാറ്റ്സ് വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറും. ഏറ്റവും ക്വാളിറ്റി ഉള്ള ആൾക്കാർ ബ്യൂറോക്രസിയിലേക്ക് വരികയും അത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. ഈ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ബ്യൂറോക്രസിക്ക് ഇന്നുള്ള ഇമ്പോർട്ടൻസ് അന്ന് കാണത്തില്ല. ബിക്കോസ് അന്ന് ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രിയെ മാറും. പക്ഷെ അറ്റ് ദിസ് മൊമെന്റ് ഓഫ് ടൈം ബ്യൂറോക്രാറ്റ്സിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ത്യയുടെയും കേരളത്തിലേക്ക് ഭാവിയിലെ ബ്യൂറോക്രാറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ അഫേം ചെയ്യണം. കമന്റ് ബോക്സിൽ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ടെക്നിക് നിങ്ങൾ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യിക്കും എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അഫേം ചെയ്യിക്കാം. കട്ട് ഓഫ് കൂട്ടും, നിങ്ങൾ എക്സാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യും എന്നുള്ളൊരു പ്രോമിസും എനിക്ക് നിങ്ങൾ തരണം. വീഡിയോയുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടൺ അമക്കാം. കമന്റ് ബോക്സ് അതിന്റെ റീസൺ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സ്നേഹം ലൈക്സിന്റെയും സബ്സ്ക്രിപ്ഷന്റെയും കമന്റ്സിന്റെ രൂപത്തിൽ തരിക. ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ, ലൈക്ക് ചെയ്താൽ മാത്രമേ ഭാവിയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ എത്താൻ ഡിലേ ആവും. അൽഗോരിതം യൂട്യൂബ് അൽഗോരിതം ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയമെടുക്കും. നിങ്ങൾ ഒരു ഇന്ററാക്ഷൻ ലൈക്കോ കമന്റോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, സോ അത്രയും എനിക്ക് പറയാനുള്ളൊരു കാര്യം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.